കേന്ദ്രത്തിന്റെ ഭാരത് റൈസിനെ വെട്ടാൻ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച കെ റൈസ് ഇന്നു മുതൽ വിപണിയിൽ. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചു. റേഷൻ കടകളിൽ 10 രൂപയ്ക്ക് നൽകുന്ന അരിയാണ് ഭാരത് റൈസ് എന്ന പേരിൽ കേന്ദ്രം വിതരണം ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഇതുവരെ കെ റൈസ് എത്തിയിട്ടില്ല. കേരയിൽ, കെ ഫോൺ, കെ സ്റ്റോർ തുടങ്ങി പിണറായി വിജയന്റെ കെ ശ്രേണിയിലേക്ക് കെ റൈസും. കേന്ദ്ര സർക്കാർ ഏജൻസികൾ സംസ്ഥാനത്ത് ഭാരത് റൈസ് വിൽപ്പന തുടങ്ങിയപ്പോഴാണ് സംസ്ഥാന സർക്കാർ കെ റൈസ് പ്രഖ്യാപിച്ചത്. കെ റൈസിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി നിർവഹിച്ചു. ധനലാഭവും രാഷ്ട്രീയ ലാഭവും നോക്കിയാണ് കേന്ദ്ര സർക്കാർ ഭാരത് റൈസ് വിതരണം ചെയ്യുന്നത് എന്ന് മുഖ്യമന്ത്രി. എന്താണ് നേരിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇത്തരമൊരു അരി വിതരണം ഏറ്റെടുത്തതിന്റെ പിന്നിലുള്ള ഉദ്ദേശം? വിൽക്കുന്ന അരിയുടെ മേലെ കൂടുതലായി എടുത്തുകൊണ്ടല്ലേ കേന്ദ്ര സർക്കാർ ഇത് വിതരണം ചെയ്യുന്നത്? അപ്പോൾ കൃത്യമായ ലാഭേച്ഛയല്ലേ കേന്ദ്ര സർക്കാരിനെ നയിച്ചിട്ടുള്ളത്? ഭാരത് റൈസിനേക്കാൾ മലയാളികൾക്ക് പ്രിയപ്പെട്ട അരി ഇനങ്ങളാണ് കെ റൈസായി നൽകുന്നത് എന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. കേരളത്തിലെ സപ്ലൈകോ അടക്കമുള്ള പൊതുമേഖലാ സംരംഭങ്ങൾ OMS സ്കീം അനുസരിച്ച് FCIയിൽ നിന്ന് ലേലത്തിലെടുക്കുന്ന അരിയാണ് ഭാരത് റൈസായിട്ട് വന്നിരിക്കുന്നത്. അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് ഞങ്ങൾ ഒരുക്കുന്ന ഈ ശബരി കെ റൈസ്. അതേസമയം സപ്ലൈകോ സ്റ്റോറുകളിൽ അരി സ്റ്റോക്ക് എത്തിയിട്ടില്ല. ഡിപ്പോകളിൽ അരിയുണ്ട് എന്നും വൈകാതെ സ്റ്റോറുകളിൽ എത്തിക്കുമെന്നും സപ്ലൈകോ അറിയിച്ചു. ഓരോ റേഷൻ കാർഡിനും ഒരു മാസം 5 കിലോ വീതം അരി നൽകാനാണ് ഭക്ഷ്യവകുപ്പിന്റെ തീരുമാനം. ജയ അരി 29 രൂപയ്ക്കും മട്ട, കുറുവ അരി ഇനങ്ങൾ 30 രൂപയ്ക്കുമാണ് വിൽക്കുക. ഏത് അരി ഇനം വേണമെന്ന് ഉപഭോക്താക്കൾക്ക് തീരുമാനിക്കാം. ആഘോഷപൂർവ്വം വിതരണം ചെയ്യുന്ന കെ റൈസ് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്ന കാര്യത്തിൽ സർക്കാരിനും ആശങ്കയുണ്ട്. കെ റൈസിൻ്റെ വിതരണം മുടങ്ങിയാൽ നേട്ടത്തിനേക്കാളേറെ കോട്ടമാകും സർക്കാരിനുണ്ടാക്കുക. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.